അടയ്ക്കാറായില്ലേടാ കട. പൈസ ഇതൊരു ബാറല്ല കേട്ടോ. എനിക്കറിയാം ഇത് ഒരു ബാറല്ല, ഇത് 2 ബാറാ. ബാർ ഷാപ്പ്. ഇവരൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ, ഇതിന്നൊരു തുള്ളി പോലും കൊടുക്കില്ല. നിങ്ങളിങ്ങനെ ഇടക്കേറിയിരിക്കുന്ന മോശമല്ലേ? ഇവരൊക്കെ മുടി വെട്ടാൻ വന്നിരിക്കുന്നവരാ. അയ്യോ പാവ, ഇവന്റെ ഒക്കെ ഇരിപ്പ് കണ്ടാ തോന്നി ഇവനെയൊക്കെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വിമാനം ഓടുന്ന തീവണ്ടിയിലിരുന്ന് തീവണ്ടി കണ്ടുപിടിച്ചതാര്? വിമാനം കണ്ടുപിടിച്ച അയാളെ അറിയുമോ? അറിയുമെന്ന് ഇവൻ ഒറ്റൊരുത്തൻ കാരണ ഞാൻ ഈ പരുവത്തിലായത്. അതെന്ത് പറ്റി? എടാ, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ പട്ടാപ്പകല് ഈ നാറി അടിച്ചോണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. നിന്നെ ഞാൻ വിടില്ല മോനെ. ചേട്ടന് ഭാര്യയൊക്കെ ഉള്ളതല്ലേ? അതെന്റെ ഇഷ്ടത്തോടെ കെട്ടിയല്ലോ, വീട്ടിനടുത്ത ശരത്ത് പറഞ്ഞിട്ട് കെട്ടിയല്ലേ. അതിരിക്കട്ടെ, നിന്നോട് ചോദിക്കാൻ വിട്ടുപോയി, എന്താ നിന്റെ പേര്? സുന്ദരൻ. ഇങ്ങോട്ട് വാ. ഇതെന്തിനാന്നറിയോ? നിനക്ക് ഈ പേരിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കാനുള്ളതാ, ഇനി ജാഫറിന് കൊടുക്കാനുള്ളത്. അത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കൊടുക്കാം. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, പക്ഷേ ബൾബ് ഇട്ടാൽ സ്വിച്ച് കത്തില്ലെന്ന് പറഞ്ഞതാര്? മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞിനെ വിരിയിപ്പിക്കാമെന്നും അതേ മുട്ട കൊണ്ട് ഓംപ്ലേറ്റ് അടിക്കാമെന്നും കണ്ടുപിടിച്ച. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ആയിരിക്കാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് നീയാണ്. എടാ, പട്ടാ പകല് എന്റെ മുഖത്ത് മുളകോടി എറിഞ്ഞിട്ട് എന്റെ കാമുക അടിച്ചുണ്ടായ വഞ്ചക ഇപ്പൊ നീ വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കണ്ടുമുട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ? അയ്യോ, സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. എന്റെ മുഖത്തേക്ക് മാറിയില്ലേ? പഴയ വൃത്തിയോട് മാറി കിട്ടി. നിനക്ക് ഇപ്പൊ ഇതെന്താ പരിപാടി? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു അത്യപൂർവ്വ പുസ്തകമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മോങ്ങാനിരുന്ന നായയുടെ നിലയിൽ തേങ്ങ ഇട്ടതാര്? അവക്ക് സുഖമായിട്ടിരിക്കുന്നു. കോതമംഗലത്തെ വെടിക്കെട്ടുകാരനെ പറ്റിയ ഉടുക്കോട്ടി പേടിപ്പിച്ചതാര്? അങ്ങനെ ഇനിയെങ്കിലും സത്യം പറയടാ. സത്യമായിട്ട് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ശരി, സമ്മതിച്ചു. ഈ പുസ്തകത്തിനകത്ത് എന്താ? 1001 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഈ 1001 ചോദ്യ ഉത്തരവും നിനക്ക് കാണാൻ അറിയോ? അറിയാം, എല്ലാം അറിയാം. നീ സർവ്വ വിജ്ഞാന പിണ്ടമാണ്. അതെ അതെ. ഞാൻ നിസ്സാര ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഇത് ഇവിടെ വിൽക്കാം. ശരി, ചോദിക്കട്ടെ. ഉത്തരം പറയാൻ ചോദിക്കേ. നിന്റെ അച്ഛന്റെ പേരെന്താ? ഖാദർ. അപ്പൊ അത് പിന്നെ അറിയാം കേട്ടാ, അതെനിക്ക് ഇഷ്ടായി. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? കുഞ്ഞിക്കാദർ. അപ്പൊ കുഞ്ഞിക്കാരനെ അറിയാം, നിനക്ക് കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താടാ? അത് വലിയ പിടുത്തമില്ല. നീ ഇതിലെ കൂതറ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം കാണാതെ പഠിച്ചു വെച്ച് സ്വന്തം കുടുംബത്തെ തന്തയും തള്ളയും ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്തിനാടാ ഈ പണിക്ക് ഇറങ്ങണത്? നീ ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കണ്ടുപോലും. ഈ പുസ്തകം ഇവിടെ ആരും വാങ്ങിക്കരുത്. നിന്നെ ഞാൻ ജീവിക്കാൻ വിടൂല മോനെ. എന്റെ കാമുകെ തട്ടിയെടുത്തവനെ ഇത് പറ്റിപ്പാണ്, പറഞ്ഞേക്കാം. അല്ല ചേട്ടാ, ചേട്ടന്റെ അച്ഛന്റെ പേര് അറിയാവോ? എടാ, എനിക്ക് എന്റെ അച്ഛനെ അറിഞ്ഞൂടാ, പിന്നെ ആടാ എന്റെ അച്ഛന്റെ പേര്? നീ പോയി മുടി വെട്ടറാ, നിന്റെ ഒഞ്ചം കൊണ്ട്. ഇനി കൈ എവിടെ കൊണ്ട് കഴിവെന്തോ. എന്താ രണ്ടാളും കൂടി ഇവിടെ നോക്കാം മാമേ.
എടാ ഇതാണ് ഈ മല്ലുകുത്ത്. ഒരു ഒരു സ്നേഹസങ്കല്പം എന്ന് വെച്ചാൽ ഇവൾക്ക് നിന്നോട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത്ര സ്നേഹമാണെന്നാ. നിനക്ക് മനസ്സിലായോ? എടാ ഒരു സ്നേഹമുദ്രയായത്. നീ ഇവളെയും ഇവള് നിന്നെയും പിരിയാണ്ട് ജീവിതം മുഴുവൻ ജീവിക്കുക. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നിനക്ക് മോളെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അഷ്ടദിക്കുകളെ സാക്ഷി നിർത്തി അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന ഇഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് പച്ചമരുന്ന് കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകതരം പച്ചമരുന്നാണ് ഈ അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും വാങ്ങാൻ, വാങ്ങിച്ചുപയോഗിക്കാം. കടന്നു വരും, കടന്നൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരു ഡെപ്പിക്ക് വെറും 10 രൂപ മാത്രം. ഒരു വായു ഗുളികയ്ക്ക് 10 ഫ്രീ. ആർക്കും വാങ്ങാം, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. സാമ്പിൾ സൗജന്യമാണ്. വെറും 10 രൂപയ്ക്ക് 100 ഗുളികകൾ. നിങ്ങൾക്കറിയാം വായു കോപത്താൽ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. ഉള്ളിൽ കിടന്ന ഒരു മുറുമുറുപ്പ്, നെഞ്ചരിപ്പ്, വയറ്റിരിച്ചൽ. സംശയിക്കേണ്ട, ഇതാവൻ തന്നെ സുരേഷ് ഗോപി, വായു ഗോപി. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നും, പക്ഷെ മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഇതേപോലൊരു വായു ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. വെറും ഒരു വായു മനുഷ്യനെ ഇത്രയധികം കഷ്ടപ്പെടുത്തുമ്പോൾ അവനെ എത്രയും പെട്ടെന്ന് അടിച്ചു പുറത്താക്കി എരുമച്ചാണാൻ തെളിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ കടമയായി കണ്ട് അഷ്ടവൈദ്യന്മാർ കഷ്ടപ്പെട്ട് കണ്ടെടുത്ത ഒരു ആയുർവേദ ഔഷധമാണ് അഷ്ടഗന്ധ വായു ഗുളികകൾ. ആർക്കും അങ്ങ് വാങ്ങിച്ചു ഉപയോഗിച്ചു നോക്കാം. എന്താ ഒരു സാമ്പിള്? സാമ്പിളോ? 10 രൂപ കൊടുത്ത് മേടിക്കേട്ടാ. ചേട്ടൻ ഇപ്പം ഭാവം കണ്ടറിയാം വായു എതുവഴിയാ പോകാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ സാമ്പിൾ മേടിക്കുന്നത്? സാമ്പിൾ ആയതുകൊണ്ട്. ഒന്ന് പോയേട്ടാ. സാമ്പിൾ കിട്ടിയാ ചേമ്പിലെ തിന്നുമല്ലോ. ഇതാരാ വിട്ടത്? ഓ, ചേട്ടനായിരുന്നു. ഇനി വരൂ. കണ്ടില്ലേ, ഇതാണ് ഇക്കിൾ. പുക്കിളിന് മുകളിൽ നിന്നാണ് ഈ ഇക്കിൾ ഉണ്ടാവുന്നത്. ഇതൊരു വായുകോപമാണ്. ഇത് ഇക്കിളിട്ടാൽ മാറില്ല. ഒരു ഗുളിക, ഒരൊറ്റ ഗുളിക കഴിച്ചാൽ മതി. വായു ബലൂൺ കാറ്റ് കുത്തി വിട്ടതുപോലെ പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാത്ത രഹസ്യം ഞാൻ പറയാം. വായു പലതരമുണ്ട്. ഏമ്പക്ക വായു, അതേപോലെ മൽമൽ മുണ്ട് വലിച്ചു കിട്ടുന്ന ശബ്ദം ഉണ്ടാക്കുന്ന വായു, പിന്നെ ചില ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹോൺ പോലെ അങ്ങനെ, പിന്നെ ചില ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ ഇടവിട്ട് പോകുന്ന വായു. അങ്ങനെ വായു എത്ര തരമാണ്. ഇതിനെല്ലാം ഒരൊറ്റമൂലിയാണ് എന്റെ ഈ അഷ്ടഗന്ധ വായു ഗുളികൾ. ഈ തരത്തിലും വായു പോകാം. ആരാണ് ആ വായു വിട്ടത്? ആരാണ് ഭാഗ്യവാൻ? പറയൂ. അത് ശരി, പുതിയ വേഷത്തിറങ്ങിയല്ലേ സഹോദര. ഇപ്പൊ കേട്ടത് ഏത് വായു കോപമാണ്? ഇത് വായുകോപോ ശത്രുകോപോ? ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ മെഗാ സീരിയൽ പോലെ പിന്തുടരുന്നത്? അത് കഴിഞ്ഞ എപ്പിഡോസിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല സഹോദര. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ എന്താ നിന്റെ പരിപാടി? അഷ്ടം. കുഷ്ടോ? കുഷ്ടമല്ല, അഷ്ടം. കഷ്ടം. എടാ, ഈ നാട്ടിൽ നടപ്പില്ല. കാരണം അറിയാം. എടാ, നീ മൊബൈലിൽ കാണുമ്പോ ഞാൻ ടവറിൽ കാണും. നിനക്കിനി ഈ പണി ഇവിടെ തുടരണമെങ്കിൽ ഞാനൊരു പന്തയം വെക്കും. ആ പന്തയത്തിൽ നീ വിജയിച്ചിരിക്കണം. വിജയിച്ച ഇവിടെ എനിക്ക് ജോലി ചെയ്യാമല്ലോ. ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. വാക്ക് മാറില്ല. എല്ലാരും കേട്ടാണല്ലോ. എന്താ പറയാ? പന്തയം വളരെ നിസ്സാരമാണ്. ഞാൻ എടുത്ത് പൊക്കുന്ന വെയിറ്റ് നീ എടുത്ത് പൊക്കണം. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് വലിയ കാര്യമായിരിക്കും. അതൊക്കെ വളരെ ഈസി. എത്ര വെയിറ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു. ഇവൻ പൊക്കുന്ന പാർട്ടിയാ. വാ കുഞ്ഞുമോളെ, ഇത് കണ്ടല്ലോ, ഈ വെയിറ്റ് ഇതുപോലെ എടുത്ത് പൊക്കടാ. ഈ കൊച്ചിനെ എല്ലാം വേണ്ടെന്ന് ഇവിടെ തള്ള വരെ ഞാൻ പൊക്കും. നീ തള്ളയെ പൊക്കുന്ന പാർട്ടിയാണെന്ന് എനിക്കറിയാം. തൽക്കാലം നീ കൊച്ചിനെ പൊക്കിയാ മതി. പൊക്കടാ. റെഡിയാണല്ലോ. ഇവനെ അസലായിട്ട് പെർഫോം ചെയ്ത് ഒന്ന് കൈയടിച്ചു കൊടുക്കൂ. താങ്ക് യു. ഇത് ഞാൻ സമ്മതിച്ചു. ഇനി എന്റെ ലാസ്റ്റ് ഒറ്റ നമ്പർ കൂടെ. ഇനി ഞാൻ എടുത്ത് പൊക്കുന്ന വെച്ച് നീ പൊക്കും. ഉറപ്പാണല്ലോ? കണ്ടോ, ഞാൻ പൊക്കിയല്ലോ. ഇനി നീ പൊക്കടാ. നീ നിന്നെ ഞാൻ എന്നെ പൊക്കും. നീ അല്ലടാ പറഞ്ഞ ഞാൻ എടുത്ത് പൊക്കണ വെച്ച് നീ പൊക്കാന്ന്. എനിക്ക് പൊക്കാൻ പറ്റിയ സ്വഭാവം നിനക്ക് അറിയോടാ. ഞാൻ നിന്നെ ഇടിച്ച് നീ ഒന്ന് ഒരു കാലത്ത് ഗതി പിടിക്കില്ലടാ. എന്റെ വായു ഭഗവാനെ, ഇവനെ വായുഭോഗം കൊണ്ട് വലിച്ച് നാശമാക്കി മാറ്റേ. കണ്ടോല്
എന്താടാ എന്താ ഇവിടെ? എന്താ അമ്മു ഒരു മുഖപരിചയമില്ലാത്ത പോലെ? ഓവോ നിന്റെ പേര് വാസവൻ തന്നെയല്ലേ? പോടാ പുറത്ത്. വല്ലാത്ത ദാഹം, ഇത്തിരി വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ. നിന്റെ ദാഹം മാറ്റാനുള്ള വെള്ളം ഒന്നും ഇവിടില്ല. നിന്നോട് മര്യാദയ്ക്ക് പുറത്ത് പോകാനാ പറഞ്ഞേ. എന്തിനാ അമ്മു ചൂടാവണേ? നീ ചൂടാവുമ്പോ വാസവന് വാശി ഏറും, പിന്നെ അത് കിട്ടാതെ മാറില്ല വാസവൻ. ഇറങ്ങടാ നായേ, എന്റെ അടുത്ത് വേണ്ട നിന്റെ വിളച്ചില്. ഇറങ്ങാൻ. നിനക്കെന്താടാ എന്റെ കുടുംബത്ത് കാര്യം? ഇറങ്ങു വെളിയില്. അല്ല ശങ്കരേട്ടാ, ഞാനിതിലെ പോയപ്പോ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേറിയതാ. ആ ടിക്കറ്റ് ഇവിടെ ഇല്ലല്ലോ മോനെ, അതിന് വേറെ സ്ഥലം നോക്ക്. ഇറങ്ങി പോടാ. പോകാൻ. എന്താ ഉണ്ടായേ? ഒന്നുമില്ല മാമേ. മോളെ സൂക്ഷിക്കണം, അവൻ പിഴയാ. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയെന്ന് വെച്ചാ ക്ഷമിക്കുന്നത്? എനിക്ക് തോന്നുന്നേ അച്ഛനും കുട്ടി സാറിന് ഒരു പരാതി അങ്ങ് കൊടുക്കുക. ഇവിടെ പോലീസും നിയമമൊന്നും വെറുതെ അല്ലല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവനെ കൊണ്ടുപോണ പോലെ അതേ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് അതിനുള്ള പിടിപ്പൊക്കെ അവനുണ്ട്, അറിയാവോ? എന്നാലും ഇങ്ങനൊരു അസുരവിത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാ നാട്ടിലുണ്ടാവും ഇതുപോലെ ഒരെണ്ണം. ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് തോന്നിയാൽ ഒരെണ്ണം പത്തി വിടർത്തൂല. എനിക്കിപ്പോ അതാ പേടി. ഇതെങ്ങാനും അവൻ അറിഞ്ഞാ അവിടെ ചെന്ന് വല്ല പൊല്ലാപ്പ് ഉണ്ടാക്കുവോ? അവന്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. അവൻ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ഈ നാട്ടിലൊരു ആൺകുട്ടിയായിട്ട്. അല്ല പറഞ്ഞ പോലെ ആളെന്തേ? ഇതെന്തൊരു ചോദ്യ? അവന്റെ കായിക വിനോദത്തിന്റെ നേരല്ലേ ഇത്? കേട്ടു. അരുണില്ലേ അവനാ? അയ്യോ ഏത് മറ്റേ ക്ലാസ്സിലെ? അത് തന്നെ. എന്നാ ശരിടി, കാണാം. ആ ഇന്നെന്താ ഇതിലെ? അതിലെ പോയാ ആ പിശാച് മോർന്ന് അവിടെ ഉണ്ടാവും. എനിക്ക് പേടിയാ. അത്രയ്ക്ക് അസത്താ? പിന്നല്ലാതെ. ആ ചന്ദ്രമതി ചേച്ചിനെ കൊന്നത് ഇയാളാന്ന് എല്ലാരും പറയണേ. വല്ല പാടത്തോ കുളത്തിലോ താത്തിട്ടുണ്ടാവുന്നു. അയ്യോ സത്യ? അവളോ? ഓക്കേടി ബൈ. വിനായക, എന്റെ പൊന്ന്. എടാ വിനായക, എടാ പൊട്ട, എന്നെ അടിക്കല്ലേ. നിന്റെ പെണ്ണിന് ആ മുട്ട കേറി. ഇവനോട് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എടാ നിന്റെ പെണ്ണില്ലേ, നീ കെട്ടാൻ പോണ പെണ്ണ്, അവൾ ആ മുട്ട കേറി പിടിക്കണം. വേഗം ചെന്ന് രക്ഷിക്കടാ പാവത്തിന്. വേഗം ചെല്ല്.
என்ன என்ன பிரச்சனை? அந்த மாதிரி சண்டை போடுறதுக்கு என்ன பிரச்சனை? சொல்லு, சொல்றா. நான் எப்பவும் சொல்லி இருக்கல, அவர் எங்க போனாலும் கூட இருக்கணும்னு. என்ன பேச்சு வரலையா? என்னடா தெரியாதா? அவ ஒண்ணும் சொல்லாம போயிட்டேன். தெரிஞ்சிருந்தா நாங்களும் கூட போயிருப்பேன். ம்? இது நாட்டிலேயாவோ பிரச்சனை? நாட்டுல என்ன? என்னடா யாருக்கும் ஒண்ணும் தெரியலையா? அவன் எங்க இருக்கா? என்னடா சந்தேகப்பட்டு நிக்கிறேன்? வாசவன் எங்கே தெரியாதா? தெரியும். சிங்காரம், வண்டி எடு. சரிம்மா.